നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫെയർ. അപ്പോൾ റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഒരു പുതിയ കാർ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത് എന്നുള്ള കാര്യം പറയാമോ? അത് ഫാമിലിയുടെ കംഫർട്ടും അതുപോലെ തന്നെ കാറിൻ്റെ സേഫ്റ്റിയും ഫീച്ചേഴ്സും ഒക്കെ തന്നെയായിരിക്കും. നമ്മളുള്ളപ്പോൾ ഫാമിലിയുടെ സേഫ്റ്റിയെക്കുറിച്ച് അത്രയും ചിന്തിക്കാറുണ്ട് നമ്മൾ, അല്ലേ? പക്ഷേ നമ്മൾ നാളെ ഇല്ലാതായാൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടാറില്ല. അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്തു വയ്ക്കാറുമില്ല. മാസം 400 അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ടേം ഇൻഷുറൻസുകൾ ഇപ്പോൾ ലഭ്യമാണ്. മൊത്തത്തിൽ 2 കോടി രൂപ വരെ വരുന്ന പരിരക്ഷ കിട്ടുകയും ചെയ്യും. ഇനി നിങ്ങൾ 80 വയസ്സിലോ അല്ലെങ്കിൽ 100 വയസ്സത്തേക്ക് ഇതിനിടയിലോ മരണപ്പെട്ടാലും നിങ്ങളുടെ ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള പ്ലാനുകളുമുണ്ട്. ഇനി ഒന്നും സംഭവിച്ചില്ലെങ്കിലും അടച്ച പൈസ തിരിച്ചു കിട്ടുന്ന പ്ലാനുകളുമുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇതുവരെ ആരെങ്കിലും ഇത്തരം പോളിസികളെ പറ്റി കേൾക്കാത്തവരോ അല്ലെങ്കിൽ ഇത് എടുത്തു വെക്കാത്തവരോ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇന്ത്യയിലെ ടോപ്പ് 51 കമ്പനികളിൽ നിന്ന് ഇഷ്ടമുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസം, കൂടുതൽ വരുമാനമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലും കൂടുതൽ കവറേജുള്ള പ്ലാനുകൾ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടുന്ന് എടുക്കുമ്പോൾ 15% വരെ ഡിസ്കൗണ്ടുമുണ്ട്. ഇനി പ്രവാസികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നതിനേക്കാളും 30-50% വരെ ചിലവ് കുറവിൽ ഇത് എടുത്തു വെക്കാനും സാധിക്കും. ഇപ്പോഴും 5 അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് മദ്യം ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ മാറി ചിന്തിക്കേണ്ട സമയമാണ്. നമ്മളിപ്പോൾ സമ്പാദിക്കുന്ന പണത്തിൻ്റെ ഒരു 15-20 ഇരട്ടിയെങ്കിലും നമ്മുടെ ഫാമിലിക്ക് നമ്മൾ മരണപ്പെട്ടാൽ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ടേം ഇൻഷുറൻസുകളാണ്. ഇനി ക്യാൻസർ പോലുള്ള ഗുരുതര അസുഖങ്ങൾക്കും പിന്നെ അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലും നമുക്ക് റൈഡേഴ്സ് ചേർത്ത് വലിയ കവറേജ് കിട്ടുന്ന രീതിക്കുള്ള പ്ലാൻസ് എടുത്തു വയ്ക്കാനും സാധിക്കും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്ക്രീനിലുള്ള QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ടാറ്റ പഞ്ച് EV ഓണറിനെയാണ്. നമസ്കാരം. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മേഖലയുള്ള ആളാണ്. സൂപ്പർ ബൈക്സിന്റെ ഷോറൂം വരെ ഉണ്ട്, അല്ലേ? പേര് റോജൻ. എവിടെയാ ഷോറൂം? ഷോറൂം കല്ലൂരിലാണ്. H2 ബൈക്സ്. ഇപ്പോഴത്തെ കേരള ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്ന സൂപ്പർ ബൈക്ക് ഏതാ? സൂപ്പർ ബൈക്ക് കാറ്റഗറിയിലാണെങ്കിൽ കൂടുതൽ ആൾക്കാർ 10R, ഹയാബൂസ ഒക്കെയാണ് മിക്കവരും പറയുക. അപ്പൊ അതൊക്കെ ഇത്ര അധികം സെക്കൻഡ് ഹാൻഡ് വരുന്നുണ്ടോ? പിന്നെ ഒരുപാട് പഴയ പോലെ അല്ല, ഇപ്പൊ എല്ലാവരും എന്താ പറയാ സൂപ്പർ ബൈക്സിലേക്ക് വന്നു തുടങ്ങി പൊതുവെ. ആണല്ലേ? അതെ. അപ്പൊ കേരള രജിസ്ട്രേഷൻ ആണോ അധികം നമുക്ക് വരുന്നത്? നമുക്ക് രണ്ടും വരാറുണ്ട്. ഇപ്പോൾ കേരളത്തില് യൂസ്ഡ് മാർക്കറ്റില് സൂപ്പർ ബൈക്സിൽ ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷെ പുറത്തൊക്കെ ഓൾറെഡി പണ്ടേ തൊട്ട് ആൾക്കാരൊക്കെ ഇത് ഊമിറങ്ങിയതിന് ശേഷമൊക്കെ എല്ലാവരും കൂടുതലേക്ക് വരുന്നതുകൊണ്ട് പുറത്തത്തെ വണ്ടികളാണ് കൂടുതലുള്ളത്. എന്നാലും ഇപ്പൊ ആൾക്കാർ ഒരുപാട് പുതിയ വണ്ടികൾ എടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് യൂസ്ഡ് മാർക്കറ്റിലേക്ക് വരണം. ഈ ഹയബൂസ ഒക്കെ സാമാന്യം കൊള്ളാവുന്ന ഒരു ഹയബൂസ സെക്കൻഡ് ഹാൻഡ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് ഏകദേശം? അതൊരു Gen 2 മോഡലൊക്കെ ആണെങ്കിൽ ഒരു അറൗണ്ട് 13 lakhs റേഞ്ച് ഒക്കെ വരും. 13 lakhs വരും. അപ്പോൾ H2 ബൈക്സ് കലൂര് എന്തെങ്കിലും ബൈക്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ അവിടെ ചെന്നാൽ മതി. കൂടാതെ ധാരാളം വീഡിയോ ചെയ്യുന്നുണ്ടല്ലേ? അതെ. ഏതാ യൂട്യൂബ് ചാനലുണ്ടോ? അതോ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേര് One Life Live It. Live It. അത് ശരി. ഒരു ജീവിതമുള്ള ജീവിച്ചു തീർക്കുക. അതാണ് നമ്മളൊരു കോൺസെപ്റ്റ്. ഇൻസ്റ്റാഗ്രാമിലും സെയിം പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. മെയിൻലി സ്കെയിൽ മോഡൽസ്, ബൈക്സ്, അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക. പിന്നെ ഇടയ്ക്ക് ട്രാവലൊക്കെ ഇടും ഇടയ്ക്ക്. അപ്പം ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിച്ചു തീർക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ടാറ്റ പഞ്ച് വാങ്ങിച്ചത്? ടാറ്റ പഞ്ച് ഇത് ആക്ച്വലി എൻ്റെ മദറിന് വേണ്ടി എടുത്താണ്. അറൗണ്ട് ഒരു എങ്ങനെ പോയാലും ഡെയിലി ഒരു 50 കിലോമീറ്റർ നമ്മൾക്ക് ട്രാവൽ ചെയ്യണം. അമ്മ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ SVJS ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. അപ്പോൾ ഫ്യൂവലിനെക്കാട്ടും എന്തുകൊണ്ടും കുറെ ഇത് കണ്ടിട്ട് ഞാൻ ഇലക്ട്രിക് ആണ് നല്ലതെന്ന് വിചാരിച്ചിട്ട്. ഇലക്ട്രിക് ആണോ വീട്ടിലെ? ഫസ്റ്റ് ഇലക്ട്രിക്. അപ്പൊ ഏതാ ഇപ്പൊ ഉള്ള വണ്ടികൾ? ഇപ്പൊ ഒരു ബൊലേറോ ഉണ്ട്, പിന്നെ 5 EV ആണുള്ളത്. അപ്പോൾ ഡെയിലി എക്സ്പെൻസ് കൂടുന്നത് ഫ്യൂവലിന്റെ എക്സ്പെൻസ് അറിയാലോ. അപ്പോൾ 2 വണ്ടികളുണ്ട്, രണ്ടും ഫ്യൂവൽ, ഒരെണ്ണം ഡീസൽ ഒരെണ്ണം പെട്രോൾ ആണെങ്കിൽ പോലും ഡെയിലി യൂസിന് കൂടുതൽ നല്ലത് ഇലക്ട്രിക് ആണെന്ന് തോന്നി. എന്നാൽ പിന്നെ ഇലക്ട്രിക് ട്രൈ ചെയ്തേക്കാം, ഫ്യൂച്ചർ ഇലക്ട്രിക് ആണല്ലോ. അപ്പോൾ ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചാൽ അത് ഞാൻ നമ്മുടെ സിട്രോൺ ഒരു മോഡലുണ്ട്, അത് നോക്കി. പിന്നെ ഞാൻ MG പോയെങ്കിലും MG കോമറ്റ് ചിലപ്പോൾ കുറച്ചും കൂടെ ചെറിയ വണ്ടിയായി പോവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായത് ടാറ്റയില് പഞ്ചാണ്. അപ്പോൾ പഞ്ചിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അത്യാവശ്യം നല്ലതൊക്കെയാണ് ഞാൻ കേട്ടതും. പിന്നെ ഷോറൂമിൽ പോയി സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് എനിക്ക് കിലോമീറ്റർ കുറച്ച് കൂടിയത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ 421 ആണല്ലോ അവർ റേഞ്ച് പറയാ. അപ്പോൾ ഞാൻ റേഞ്ച് കൊണ്ട് നോക്കിയാണ്. പിന്നെ ബഡ്ജറ്റ് വൈസ് ആണെങ്കിൽ അറൗണ്ട് അന്ന് എനിക്കൊരു 14,80,000 rupees എനിക്ക് തോന്നുന്നു ഇൻക്ലൂഡിങ് വാറണ്ടി എല്ലാം കൂടെ കിട്ടുന്നു മനസ്സിലായപ്പോൾ ഞാൻ മമ്മിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ടിയാഗോ ഒരു ഓപ്ഷൻ വെച്ചായിരുന്നു, പക്ഷെ അതും മമ്മി പറഞ്ഞു ഒരു
മമ്മിക്ക് ഓൾറെഡി ഒരു കേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ വലിയൊരു അപ്ഗ്രേഡ് ആയിട്ട് തോന്നിയില്ല. ഇതിന്റെ അകത്താവുമ്പോ മമ്മിക്ക് പെട്ടെന്ന് സൺറൂഫും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പിന്നെ നമ്മുടെ ഇതിന്റെ നോബൊക്കെ ശരിക്കും ഒരു ജാഗ്വാറിന്റെ ഒരു ഫീൽ ഒന്ന് പെട്ടെന്ന് ഫുള്ളി അപ്ഡേറ്റഡ് ആയിട്ട് മമ്മിക്ക് തോന്നി. അപ്പൊ മമ്മി പറഞ്ഞു എന്നാൽ പിന്നെ എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ടിയാഗോ വേണ്ട, ടിയാഗോ ഒരു അപ്ഡേഷൻ ഇല്ല, പഞ്ചിലേക്ക് വന്ന് പറഞ്ഞിട്ട് പഞ്ചിലേക്ക് വന്ന് ഇതിപ്പോ ഒരു വർഷവും ഏകദേശം ഒരു ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഒരു വർഷം 4 മാസം ഓൾറെഡി ആയി. ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 30,000 കിലോമീറ്റർ ആയി. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ നല്ല ഓട്ടോ ഉണ്ട്. അപ്പൊ 2 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ആദ്യമായി ഇലക്ട്രിക്കിലേക്ക് വന്നതിന്റെ അനുഭവം എന്താണ്? അനുഭവം എന്ന് വെച്ചാൽ ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു. കറണ്ട് ബില്ലൊക്കെ ഞാൻ വിചാരിച്ചു ഒരുപാട് കൂടുതൽ പോകുന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ മന്ത്ലി അറൗണ്ട് ഒരു 4,500 റേഞ്ച് ടു 5,500 വരെ. ഇപ്പൊ ഞാൻ പത്തനംതിട്ട കോയമ്പത്തൂരൊക്കെ സാധാരണ ഡീസൽ വണ്ടികൾ ഉപയോഗിച്ചിട്ടിരുന്ന ഞാൻ ഇപ്പൊ ഞാൻ രീതിയിലേക്ക് മാറി. ആണല്ലേ? ഈ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും ചാർജ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാടുണ്ട്. മെയിൻ ആയിട്ട് വെച്ചാൽ ട്രാവൽ ലോഞ്ചിന്റെ അടുത്ത് ഒരെണ്ണമുണ്ട്, പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഒരെണ്ണമുണ്ട്. ഇവിടെ എന്തെങ്കിലും പോലെ ചെറിയൊരു ടോപ്പപ്പിന്റെ ആവശ്യമുള്ളൂ കോയമ്പത്തൂരുമായിട്ടൊക്കെ വരാൻ. പിന്നെ എനിക്ക് ഇതിന്റെ നല്ലത് മാത്രം പറഞ്ഞ പോരല്ലോ. പിന്നെ സർവീസിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ടാറ്റയുടെ സർവീസ് ഏറ്റവും കൂടുതൽ മോശം എന്ന് കുറെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് റേഞ്ചിലാണ്. റേഞ്ചിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 421 കിലോമീറ്ററിന്റെ എന്ന് വെച്ചാൽ ടോപ്പ് ആയിട്ടുള്ള റേഞ്ച് എടുത്തത് കൊണ്ട് എനിക്കിപ്പോൾ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 270 ഞാൻ ഓടിക്കുകയാണെങ്കിൽ 270 280. എൻ്റെ മദർ ഓടിക്കുകയാണെങ്കിൽ 315 ടു ഒരു 330 320 25 വരെ മാക്സിമം. പക്ഷെ കമ്പനി പറഞ്ഞ ഒരു 421 ഡയറക്റ്റ് ഇത്രം ഒരു 270 വരാന്ന് വെച്ചാൽ മോർ ദാൻ 100 കിലോമീറ്ററിൽ താഴെ. മറ്റ് ബ്രാൻഡ് ഞാൻ പറയാലോ, ഇപ്പൊ വേറെ എൻ്റെ ഫ്രണ്ട്സ് വേറെ വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വണ്ടികളിൽ മാക്സിമം പോയാൽ ഇപ്പൊ ഒരു 310 315 പറഞ്ഞ വണ്ടികൾക്ക് 300 എങ്ങനെ പോയാലും കിട്ടുന്നുണ്ട്. ആ ഒരു സംഭവം എനിക്ക് പഞ്ചിന്റെ പറയാൻ മദറൊക്കെ ഓടിക്കുമ്പോൾ സാമാന്യ മര്യാദക്കൊക്കെ ഓടിച്ചിട്ട് അത്ര കിട്ടുന്നുള്ളൂ. എത്ര കിട്ടുന്നു? ഒരു 315 മാക്സിമം ഞാൻ കണ്ടത് ഒരു പ്രാവശ്യം 330 340. അതിന്റെ മേളിലേക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ എന്റെ നമ്മളുടെ ഓടിക്കലിന്റെ ആണെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് പഞ്ച് ഓണേഴ്സിന്റെ അടുത്ത് ഞാൻ പൊതുവെ സംസാരിച്ചു. അവരും പറഞ്ഞത് അതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ചോദിച്ചു നെക്സോൺ ഉപയോഗിക്കണവരടുത്ത് ചോദിച്ചു, വലിയ വലിയ വണ്ടികൾ എന്ന് വെച്ചാൽ കേവ് ഒക്കെ ഉപയോഗിക്കണവരടുത്ത് ചോദിച്ചാൽ നമ്മളുടെ ഇതിന് വേണ്ടി മാത്രം. അപ്പൊ എല്ലാവരുടെയും ഒരു അഭിപ്രായം പറയുന്ന റേഞ്ച് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവര് പിന്നെ 380 ഒക്കെ എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു. 380 ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ പിന്നെ വേറെ കാര്യം നമുക്ക് ഇത്ര കിട്ടുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി ഇതുകൊണ്ടൊക്കെ ജീവിച്ചാൽ പിന്നെ ടെൻഷൻ അല്ല ഇത്ര കിട്ട് ജീവിക്കണ മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ ഓട്ടങ്ങള് അതിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോണെന്ന് പറയാം. ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് അതുവരെ തോന്നിയിട്ടില്ല. വീട്ടിൽ ചാർജ് ചെയ്യണമെങ്കിൽ എത്ര നേരം എടുക്കാറുണ്ട്? എങ്ങനെ പോലെ ഒരു 10 മണിക്കൂർ എടുത്തെടുക്കും. പുറത്താണെങ്കിൽ ഒരു 1 മണിക്കൂർ 1.5%. പിന്നെ ചില സമയത്ത് ഞാൻ അധികം ഒരു മാക്സിമം റേഞ്ച് ചെയ്യാറ് 30 വരെയൊക്കെ പോകാറുള്ളൂ. താഴത്തേക്ക് അങ്ങനെ കളയാറില്ല. പിന്നെ മമ്മിക്ക് ടെൻഷൻ ആയതുകൊണ്ട് നേരത്തെ ടോപ്പ് ചെയ്ത് നോക്കും. അല്ല അതാണ് നല്ലത്. എപ്പോഴും അല്ല റേഞ്ച് ഡ്രോപ്പ് പലപ്പോഴും കേൾക്കാറുണ്ട്. പെട്ടെന്ന് ഡ്രോപ്പ് ആകുന്നു. ഒരു ഈവൻ മമ്മി എനിക്ക് തോന്നുന്നു മൂന്നാർ വാഗമൺ റൈഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചാൽ ഇപ്പൊ എന്താ പറയാ ഡീസലും പെട്രോളും ഉപയോഗിക്കുന്നതിനെക്കാളും ഇതിലേക്ക് മാറി. അപ്പൊ ഈ 4,500 അല്ല 5,000 രൂപ ഇപ്പം കറണ്ട് ചാർജ് വരുന്നു. എത്രയാണ് വന്നുകൊണ്ടിരുന്നത് ഇത് വാങ്ങിയതിന് മുമ്പ് വീട്ടില്? എന്ന് വെച്ചാൽ 2 വീട്ടിലാണ്. എൻ്റെ തറവാട്ടിലാണ് ഇത് ചാർജ് ചെയ്യണത്. അവിടെ 750 റുപ്പീസാണ് വന്നോണ്ടിരുന്നത് നോർമലി കറണ്ട് ബില്ല് വരാം. ഇപ്പോൾ അറൗണ്ട് ഒരു 4,750 4,500 ചില സമയത്ത് 5,000. അത് ചിലപ്പോൾ നമ്മുടെ യൂസേജ് കൂടും. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ റേഞ്ചിൻ്റെ കാര്യം ഞാൻ ഷോറൂമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതേ മാക്സിമം രാത്രി ഉപയോഗിക്കുക, വെയിലത്ത് അത് വെച്ചാൽ മോട്ടർ ഹീറ്റ് ആവും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോ റേഞ്ച് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അതെ, ഞാനിപ്പോ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നില്ല, കൺവിൻസിങ് ആയിട്ട് തോന്നില്ല. കാരണം നമ്മളും ഇതുപോലെ കാറിന്റെ ആണെങ്കിലും ബൈക്കിന്റെ ഒക്കെ ആണെങ്കിലും ഫീൽഡിലായത് കൊണ്ട് നമ്മളതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഒരിക്കലും ഇത് ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. അതായത് ടാറ്റയുടെ സർവീസ് സെന്ററിൽ ഇത്തരം വിളിക്കുമ്പോൾ പല തമാശകളും നമ്മുടെ ഈ റാപ്പിഡ് ഫയറിൽ പല കസ്റ്റമേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മെയിൻലി ചോദിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ റേഞ്ച് എനിക്ക് ക്ലെയിം
ഒട്ടും ഒരു കാരണവശാലും അത്ര എത്തിയില്ല. അപ്പൊ എന്താ ചെയ്യുക സാർ, മാക്സിമം രാത്രി ഓടിക്കാനാണെങ്കിൽ നല്ല റേഞ്ച് കിട്ടും. പിന്നെ അധികം വെയിലുള്ള നട്ടുച്ചക്കൊക്കെ ആയിരിക്കും റേഞ്ച് ഡ്രോപ്പ് വരെ. അത് മോട്ടർ ചൂടാണോണ്ടാണ്. അപ്പൊ ഞാൻ ഇനി മോട്ടർ തണുപ്പിക്കാനുള്ള AC ഒക്കെ കിട്ടേണ്ടി വരുമെന്ന്. അല്ല, നമ്മുടെ ഹാരിയർ എടുത്തിട്ട് അതിന് വെള്ളം മഴ പെയ്തപ്പോ ചോർന്നു. അപ്പൊ അവര് ഡീലർഷിപ്പ് സർവീസിൽ നിന്നപ്പോ അവര് പറഞ്ഞു മഴയത്ത് അധികം ഓടിക്കാതെ എന്ന് പറഞ്ഞ. അല്ല, അങ്ങനത്തെ കുറെ അത് ഒരു തമാശ രീതിയിൽ ഞാനും കണ്ടുള്ളൂ. അല്ല, എല്ലാം എന്ന് വെച്ചാൽ അത് ബ്രാൻഡിനെ പറഞ്ഞതിനെക്കാട്ടിയും കൂടുതൽ അവിടെ ഉള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ മെൻഷൻ ചെയ്തത്. 30,000 കിലോമീറ്റർ ഓടിപ്പോ എന്താണ് മേജറായിട്ട് എന്തെങ്കിലും വേണ്ടി വന്നോ പണി? എനിക്ക് സാധാരണ കംപ്ലൈൻറ്റ്സ് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആകെ ഈ വണ്ടിക്ക് വന്ന കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇൻഡിക്കേറ്റർ എൻ്റെ എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ മേജറായിട്ട് എനിക്ക് അങ്ങനൊന്നും വന്നിട്ടില്ല പൊതുവെ. ഈ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും? സോഫ്റ്റ്വെയർ ഇപ്പൊ അപ്ഡേഷൻ ഉണ്ട്. സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ആകെ ഉള്ളത് ഇൻഡിക്കേറ്റർ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ ഈ 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇനി അവരെ പേ ചെയ്യണമല്ലോ ആപ്പ് യൂസ് ചെയ്യാൻ, അതിലൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സർവീസിൽ 1000 ബിലോ ആയിരുന്നു. രണ്ടാമത്തെ സർവീസിൽ 2000 സംതിങ് ആയി. മൂന്നാമത്തെ സർവീസിൽ അറൗണ്ട് ഒരു 3000 സംതിങ് ആയി. ലാസ്റ്റത്തെ 30,000 സർവീസ് മേജർ ആണ്. മോട്ടർ ഓയില് അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ 2 AC ഫിൽറ്റർ ഉണ്ട്. ഒരു AC ഫിൽറ്ററിന് ഏതോണ്ട് ഒരു 900 റേഞ്ച് അങ്ങനെ എന്തോ വരുന്നുണ്ട്. 2 എണ്ണം മാറണം. എല്ലാം കൂടെ അറൗണ്ട് ഒരു 8,000 റുപ്പീസ് അടുത്തായി. വരുന്നുണ്ട്. പിന്നെ 1000 രൂപ എനിക്ക് തോന്നുന്നത് അതിൽ വാഷിങ്ങും പോളിഷിങ് എല്ലാം കൂടെയാണ്. ഒരു 1000 രൂപ കുറച്ചോ എങ്ങനെ പോയാലും ഒരു 7,000 റുപ്പീസ് 30,000 സർവീസിൽ വന്ന്. അവര് മെയിൻലി ക്ലെയിം ചെയ്യണ EV. ഞാനൊരു ബ്രാൻഡിനല്ല, EV എല്ലാം ക്ലെയിം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർവീസ് ആണല്ലോ. പക്ഷെ എനിക്ക് 7000 സംതിങ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇതൊക്കെ എങ്ങനെയൊക്കെ കൂട്ടി കഴിച്ചു നോക്കിയാൽ ലാഭം. അതാണ് നമ്മൾ ഈ EVകളെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. അതാണ് മെയിൻലി അതാണ്. ഇതൊരു ബഡ്ജറ്റ് കാറും കൂടെ ആയിട്ട് എനിക്ക് തോന്നി. വേറെ കാറുകളിലെ അപേക്ഷിച്ച് പോകാനാണെങ്കിലേ, ഇതിപ്പോ എല്ലാവരും മെയിനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാണ്ട വേറെ വണ്ടികളുടെയൊക്കെ ടയർ പെട്ടെന്ന് പേ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിപ്പോ EV യൂസ് ചെയ്യുന്ന പേഴ്സണലി മെയിൻലി എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് മെയിൻലി ഇനീഷ്യൽ ആക്സിലറേഷൻ, സ്പോർട്സ് ഡ്രൈവ് ഒക്കെ ഇനീഷ്യലി ഇട്ട് കഴിഞ്ഞാൽ ടയർ ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. ഈ വണ്ടി 30,000 കിലോമീറ്റർ ആണെങ്കിലും ഇപ്പൊ നോക്കിയാലും മനസ്സിലാവും ഇതിന്റെ ടയർ ലൈഫ് സാധാരണ കാറുകളെ അപേക്ഷിച്ച് എനിക്ക് കൂടുതലായിട്ട് തോന്നി. പിന്നെ ഇതിന്റെ പ്രൈസ് വൈസും 15 ഇഞ്ച് ആയതുകൊണ്ട് 15 16 ഇഞ്ച് ആയതുകൊണ്ട് ആ ടയർ സൈസിൽ പ്രൈസ് കുറവാണ് കമ്പാരിറ്റീവ്ലി വേറെ കാറുകളായിട്ട്. തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് നമ്മൾ ഏറ്റവും പുതിയ 5 EV ഓടിച്ച് ഫോട്ടോ വെച്ചൊക്കെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഞാൻ അന്ന് അത് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ടാറ്റയുടെ ഏറ്റവും മികച്ച മോഡൽ ഇതാണ്, ഏറ്റവും മികച്ചത്. ടാറ്റയുടെ ഏതൊക്കെ മോഡൽ നോക്കിയാലും ഏറ്റവും മികച്ചത് പെട്രോൾ ആയാലും EV ആയാലും പഞ്ച് തന്നെയാണ്. പഞ്ച് ഭയങ്കര പ്ലസന്റ് വണ്ടി, നല്ലൊരു കാഴ്ചയിലൊക്കെയാണ് നല്ലൊരു ഇതാണ്. അപ്പോൾ എന്തായാലും കൃത്യമായ ഒരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ EV ഉപയോഗിക്കുന്ന ആൾ തന്നത്. അപ്പോൾ EV എന്ന് പറയുന്നത് മോശമല്ല, നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 2 ദിവസം ഉപയോഗിക്കുന്ന നമ്മുടെ വണ്ടിക്ക് എന്ത് റേഞ്ച് ഉണ്ട്, അതനുസരിച്ചൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് പോകാമെന്നല്ലാതെ മാക്സിമം ഊറ്റാൻ പറ്റുന്നത് നമ്മൾ ഊറ്റിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം S2 ബൈക്കിന് എല്ലാവരും ആശംസകളും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഒരു ജീപ്പ് മെറീഡിയൻ്റെ ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? കിരൺ. എന്ത് ചെയ്യുന്നു കിരൺ? ഞാൻ മർച്ചന്റ് നേവിയിലെ ക്യാപ്റ്റനാണ്. ശരി. ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്. അതെ. ശരി. അപ്പോൾ ഇപ്പം ലീവ് പീരീഡ് ആണ്. ഞാനൊരു ഒരു 3-4 മന്ത്സ് പോകും. 3-4 മന്ത്സ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ. ഹോർമസിൽ കൂടെ പോയായിരുന്നു ഈടങ്ങാനും? കുറവാ അവിടെ പോയിട്ട് കുറെ കാലമായി. ഞങ്ങളുടെ കമ്പനി അങ്ങനെ അവിടെ ട്രേഡിങ് കുറച്ച് കുറവാ, അവിടെ ഇല്ല അധികം. അപ്പോൾ ഇത് പാർട്ട്ണർഷിപ്പാണോ അതോ? അല്ല, ഞങ്ങൾ ടാങ്കറാ, കെമിക്കൽ ടാങ്കേഴ്സാ. ശരി. അപ്പോൾ ലോകം മുഴുവൻ പോയില്ലേ? കുറേയേറെ. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാ രാജ്യത്തും ചെല്ലുമ്പോഴേക്കും അവിടെ നിങ്ങൾ ഇറങ്ങി കാഴ്ചകൾ ഞങ്ങൾക്ക് അവിടെ പോകാനൊക്കെ ഉള്ള അവസരമുണ്ട്. ആണല്ലേ? അപ്പോൾ അങ്ങനെ പോയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാ? ഓസ്ട്രേലിയ വളരെ നല്ലൊരു രാജ്യമായിരുന്നു. പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ ചിലത് വളരെ നല്ലായിരുന്നു. സ്കാൻഡിനേവിയൻ കൺട്രീസ് അങ്ങനെ കുറച്ച്. ഏറ്റവും ടർബുലന്റ് ഓഷൻ ഏതാ? ടർബുലന്റ് കൂടുതൽ തോന്നിയിരിക്കുന്ന അറ്റ്ലാന്റിക് തന്നെയാണ്. മോസ്റ്റ്ലി ടർബുലന്റ് ആയിട്ട് കിട്ടാറുള്ളത്. കാരണം ഇനിയിപ്പോ ഈ ഒരു ഓഗസ്റ്റിന് ശേഷം വളരെ മോശമായിട്ടുള്ളൊരു വെതർ ആവുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ക്യാപ്റ്റന് പോലും പേടിയാവുമോ?
കുറച്ചൊക്കെ പേടി. ഇപ്പൊ പിന്നെ കുറച്ചൊക്കെ യൂസ്ഡ് ആയി, അതായത് നമുക്ക് അറിയാം. ഒരു ഇപ്പൊ വെതർ പാറ്റേൺസ് ഒക്കെ നമുക്ക് നേരത്തെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അറിയാം കാര്യം. കടലിന് അടുക്ക് വെച്ച് വെതർ പാറ്റേൺ കിട്ടിയ കാര്യമുണ്ടോ? എങ്ങനെ അതിന് മുമ്പേ ഡീവിയേറ്റ് ചെയ്ത് എന്തോരം ഡീവിയേഷൻ വേണം എന്നുള്ളതൊക്കെ നമുക്ക് അതനുസരിച്ച് ഡിസൈഡ് ചെയ്യാം. അപ്പൊ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം നേരത്തെ. എത്ര വർഷമായി ഇപ്പൊ ഇതില്? ഞാൻ ഒരു ഇപ്പൊ 20 years കഴിഞ്ഞു. 22 years ആയി. എല്ലാ കടലും കണ്ടു. അപ്പൊ എന്തായാലും ഒരു കപ്പൽ പോലെ വലിയൊരു വണ്ടി അല്ലേ? എന്താണ് ജീപ്പ് മെറിഡിയൻ? അത് വീട്ടിൽ അത്ര അംഗസംഖ്യ ഉള്ളതുകൊണ്ടാണോ കോമ്പസ് വേണ്ട മെറിഡിയൻ ആകാം? അല്ല, കോമ്പസ് വേണ്ട മെറിഡിയൻ ആവാം എന്നുള്ളതാണ്. പിന്നെ അംഗസംഖ്യ പറഞ്ഞ എൻ്റെ പേരൻസ് ഉണ്ട്, പിന്നെ വൈഫും ഞാനും മോനും ഒരാളേ ഉള്ളൂ. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഒന്നിച്ചാണ് പലപ്പോഴും ഫ്രീക്വന്റ് ട്രാവലേഴ്സ്. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നിച്ചാണ് കൂടുതൽ. പിന്നെ എൻ്റെ വൈഫിൻ്റെ അമ്മയുണ്ട്, ഞങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്യണേ. അതുകൊണ്ട് അങ്ങനെ മെറിഡിയനിലേക്ക് വന്നു. പിന്നെ മെറിഡിയൻ ഓടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. അതിനു മുമ്പ് എന്തുകൊണ്ട് ജീപ്പ് എന്നൊരു ചോദ്യമുണ്ട്. ധാരാളം 7 സീറ്റേഴ്സ് വേറെ ഉണ്ടല്ലോ. ജീപ്പ് ഒന്നാമത് ജീപ്പിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജീപ്പിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്ത വണ്ടികളെല്ലാം സെഡാൻസ് ആയിരുന്നു ബേസിക്കലി. ഇതിനു മുമ്പ് എനിക്കൊരു ഷെവർലെയുടെ ഒരു മാഗ്നോ ഉണ്ടായിരുന്നു ആദ്യത്തെ. അതിനുശേഷം ജെറ്റ് ഉണ്ടായിരുന്നു. 10 years ഞാൻ ജെറ്റ് യൂസ് ചെയ്തു. അതൊരു 1,25,000 1,30,000 വരെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ബൈജോണറിയാൽ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ബിൽഡ് ക്വാളിറ്റി വേണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ പോലത്തെ ഒരു ഹാൻഡ്ലിംഗ്, നല്ല ഒരു ഹൈവേ ഹാൻഡ്ലിംഗ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വണ്ടി വേണം എന്നുള്ളൊരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഒക്കെ ഉള്ളത്. അങ്ങനെയാണ് ഞാൻ കമ്പസിലേക്ക് വന്നത്. അതാണ് ബേസിക്കലി കമ്പസ് എടുക്കാനുള്ള ഒരു താല്പര്യം. കുറച്ച് ഹെവി ആയിട്ടുള്ള വണ്ടികൾ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. എത്ര കാലമായി ഇപ്പം എടുത്തിട്ട്? ഇതിപ്പോ ഒരു 2 years ആയിട്ടില്ല. സെപ്റ്റംബർ ആകുമ്പോഴേക്കും 2 years ആവും. ആഫ്റ്റർ 2 years എന്താണ് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം? സന്തോഷം. നല്ല രീതിയിൽ തന്നെയാണ് ഫീഡ്ബാക്ക് തരാനുള്ളത്. എനിക്കിതുവരെ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നന്നായിട്ട് തന്നെയാണ്, ഇതുവരെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. എങ്കിലും അമേരിക്കൻ വണ്ടികളെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവരും വേണ്ടെന്ന് വെക്കുന്ന പൊതുവെ ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആലോചിച്ചാണല്ലോ. എങ്ങനെയുണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ്? അങ്ങനെ വളരെ ഹൈ ആയിട്ടുള്ള കോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഞാൻ അങ്ങനെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് നോർമൽ ആയിട്ടുള്ള സർവീസസ് തന്നെയാണ് ചെയ്തു പോയിട്ടുള്ളത്. നോർമൽ സർവീസിനൊക്കെ എത്ര രൂപ? 15,000 സർവീസാണ് ഇപ്പൊ ഞാൻ ചെയ്തത്. അതിലെനിക്ക് ഏതോ ഓൾമോസ്റ്റ് ഒരു ലാസ്റ്റ് ബില്ല് വന്ന് എനിക്ക് ഒരു 12,000 rupees അടുത്താണ് അത്രേ വന്നിട്ടുണ്ട്. 12-13 അടുത്ത് വന്നിട്ടുണ്ട്. മാരുതിക്ക് പോലെ 8,000 വരും. അതെ. അപ്പൊ ആ ഒരു 13-14 ആ റേഞ്ചിലേ വന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര എക്സ്പെൻസീവ് എനിക്ക് തോന്നിയില്ല. പിന്നെ വേറെ മറ്റു പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ തേർഡ് റോ സീറ്റിൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇരുന്ന് യാത്ര ചെയ്തിട്ടില്ലേ? കൂടുതലും കുട്ടികൾക്ക് പറ്റുന്ന ഒരു ഇതാണ് തേർഡ് റോ സീറ്റ്. പിന്നെ ചെറിയ ഷോർട്ടർ ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് ഫാമിലി ഇരുന്നിട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല. വലിയ ആൾക്കാരും ഇരുന്ന് ട്രാവൽ ചെയ്യുന്നതിന് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ചെറിയ ഡിസ്റ്റൻസ് ഉള്ളത്, വലിയ ഡിസ്റ്റൻസ് ഓഫ് കോഴ്സ് ബുദ്ധിമുട്ടാണ്. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വണ്ടിയെ സംബന്ധിച്ച്? എനിക്കൊരു വണ്ടിയുടെ ഹാൻഡ്ലിംഗ് തന്നെയായിരിക്കും. അത് തന്നെയാണ് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം. വളരെ വെൽ ബിൽട്ട് ആണ്, വളരെ സ്ട്രോങ് ആണ് വണ്ടി. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു നന്നായിട്ട് തന്നെ തോന്നും. അതെ. എന്താണ് ഒരു ഡ്രോബാക്ക് പറയാനുണ്ടെങ്കിൽ അത് ഈ തേർഡ് റോ സീറ്റ് ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അത് പക്ഷേ എല്ലാ 7 സീറ്ററും അതെ തന്നെ പറഞ്ഞ കാര്യമില്ല. അതെ. പിന്നെ വേറെ അങ്ങനെ ഒരു പിന്നെ ആകുള്ളത് വേണമെങ്കിൽ പറയാമെന്നുള്ളത് ആ ലോ ആൻഡ് ടോർക്ക് ഇത്തിരി കൂടി ഒന്ന് കൂട്ടാമായിരുന്നു. 350 NM ഉണ്ട് എങ്കിലും അതൊരു 400 ക്ലോസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. വലിയ കപ്പലൊക്കെ ഓടിച്ച് ശീലമുള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും. പക്ഷെ അതൊരു കുറവൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഒരു നോർമൽ യൂസിലുള്ള ഒരാൾക്ക് വളരെയധികം ആപ്റ്റാണ്. അതിന്റെ കൂടുതൽ ആവശ്യം ഉണ്ടെന്ന് ഇല്ല, അങ്ങനെയെല്ലാം പറയാം. വേണമെങ്കിൽ പറയാം എന്നുള്ളത് മാത്രം. മൈലേജ് എങ്ങനെയുണ്ട്? സിറ്റിയിൽ എനിക്കൊരു 10 കിട്ടുന്നുണ്ട്. ഹൈവേ പോകുമ്പോൾ ഒരു 15-16 ഒക്കെ വരെ 15-16 കിട്ടി. ഞാനിപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ബാംഗ്ലൂർ അങ്ങനെയൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ 15-16 ഒക്കെ ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പം 2 വർഷത്തോളം ആകുന്നു വണ്ടി എടുത്തിട്ട്. ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന വണ്ടികളിൽ കണ്ണിപ്പെട്ടൊരു വണ്ടി ഏതാ? എടുക്കണം എന്നല്ലെങ്കിൽ പോലും കൊള്ളാമല്ലോ എന്ന് തോന്നിയത്? പുത്തൻ ആയിട്ടിപ്പോൾ ഞാൻ ഡസ്റ്റർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയത്. അത് വളരെ ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നല്ല ഹാൻഡ്ലിംഗ് ഒക്കെ നല്ല സുഖമായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ നല്ലൊരു ഗിയർ ബോക്സ് ആണെന്ന് തോന്നി. വളരെ ഈഗർ ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആയിട്ട് തോന്നി. വളരെ ക്വിക്ക് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആയിട്ട് തോന്നി. ഞാനിപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഓടിച്ച വണ്ടികളെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാവരും ഞാൻ പറയുന്നത് ഡസ്റ്റർ. ആ ഒരു ഗംഭീര ഹാൻഡ്ലിംഗ് ആയാലും അത് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. കാഴ്ച കാണുന്നത് ഭയങ്കര രസമാണ്. 2 weeks മുമ്പ് ട്രൈ ചെയ്തത്. അത് വളരെ നന്നായിട്ട് തോന്നി. അതിൻ്റെ
അതിലേക്ക് പോകുമോ അതോ ഇത് നിലനിൽക്കുമോ? ഇല്ല, ഇത് തന്നെ നിലനിൽക്കും. സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വൈഫ് ഓടിക്കോ? വൈഫ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ EV-കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? EV-കൾ ശ്രദ്ധിച്ചോടുണ്ട്, ഡ്രൈവ് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ മഹീന്ദ്രയുടെ EVs ഒക്കെ നോക്കാറുണ്ട്. നല്ലതാണ്. അത് EV ആണ് ഫ്യൂച്ചർ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ? ഇത്രയും ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചാ. ഞാൻ അങ്ങനെ വേൾഡ് ഓവർ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വലിയ വ്യത്യാസങ്ങൾ കണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തോ സ്കാൻഡിനേവിയയിലൊക്കെ കണ്ടില്ല അധികം അവിടെയൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട്. അതെ. അപ്പോൾ EV നോക്കാം. പറയുന്നത് ഡെൻമാർക്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ നോക്കിയാലൊക്കെ ഓരോ കുറ്റി കാണും. അതെ. ചാർജിങ് പോയിന്റ്സ് ആണ്. ആ രീതിയിൽ അവരവിടെ വളർന്നു കഴിഞ്ഞു. തന്നെ വ്യത്യാസം വോൾവോയുടെ ഒക്കെ വേറെ നമ്മളിവിടെ കാണാത്ത പുതിയ ചില എന്താ പറയുക ബ്രാൻഡുകളും. അതെ സത്യം. പോൾസ്റ്റാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡൊക്കെ അവിടെ കണ്ടു. അങ്ങനെ അവരൊക്കെ അതിപ്പോ വിൻഫാസ്റ്റ് പോലുള്ള ബ്രാൻഡ് ഇവിടെ വരുമ്പോഴാണ് പലരും നമ്മൾ അറിയുന്നത് തന്നെ. അങ്ങനെ ഈ വലിയ ഷിപ്പുകൾ ഇലക്ട്രിക് ആണുള്ള സാധ്യതയുണ്ടോ? ഇലക്ട്രിക് ആവാനുള്ള സാധ്യതകൾ കുറവാണ്. പെട്ടെന്നൊന്നും സ്റ്റീമും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇലക്ട്രിക് ഇപ്പോൾ വിൻഡ് യൂസ് ചെയ്തും പലതും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക്കിനൊക്കെ കുറച്ചുകൂടി ടൈം എടുക്കും എനിക്ക് തോന്നുന്നു. കുറേ കൂടി വലിയ എഞ്ചിൻസ് അല്ലേ അപ്പോൾ. അതെ. പിന്നെ കടലിനടുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ കടലിന് നടക്കും കാറ്റടിപ്പാടങ്ങൾ നമ്മൾ സ്വീഡനിലേക്ക് അവരൊക്കെ അതൊക്കെ വരുമായിരിക്കും. പറയാം. അപ്പം ഇനി എന്നാ അടുത്ത ഷിപ്പിലേക്ക്? ഞാൻ ഈ മന്ത് ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആയിട്ട് പോകും അല്ലേ? അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം ഇനി പറഞ്ഞാൽ ഇനി ടർബുലൻസിയുടെ സമയമാണ്. സുരക്ഷിതമായി കപ്പലൊക്കെ ഓടിച്ച് തിരിച്ചു പോവാം. താങ്ക് യു. അപ്പോൾ ഇനി നമ്മളൊരു ഫോങ്സ് ഓണറിനെയാണ് പരിചയപ്പെടുന്നത്. അതിൻ്റെ പ്രത്യേകത ഇത് CNG ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ CNG ഇപ്പോൾ മാരുതി ആയാലും ഹുണ്ടായി ആയാലും എല്ലാവരും CNG വാഹനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പലർക്കും താല്പര്യം ഉണ്ടാകും CNG ഫില്ല് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ CNG വാഹനങ്ങളുടെ പ്രശ്നങ്ങൾ, മൈലേജ്, അത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. പേര്? ഞാൻ ഗോയിസിൽ വർക്ക് ചെയ്യുന്നു. ഗോയിസിയാ നമ്മുടെ സ്വന്തം സാധനമാണല്ലോ. ശരി. ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനാണ്. ഇതിനാണോ CNG ആയിട്ട് വന്നിരിക്കുന്നത്? ഇലക്ട്രിക് കാറല്ലേ? ഇലക്ട്രിക് കാറിന്റെ ബഡ്ജറ്റിലേക്ക് ആയി വരുന്നേ ആണല്ലേ? എങ്ങനെയുണ്ട് ഗോയിസിയുടെ ഇപ്പം ഈ പറഞ്ഞ ഇന്ത്യ പല ഭാഗത്തേക്കും പുതുതായിട്ട് വന്നോണ്ടിരിക്കല്ലേ? അതെ. ഞാനിപ്പോ ഒരു 2 വർഷം മേളിലായി ഇപ്പൊ ഗോയിസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ വന്നപ്പോൾ ഉള്ള ഗോയിസ് ഇപ്പോഴത്തെ ഗോയിസിൽ നിന്ന് ഈ ആനയാടും നമ്മൾ വ്യത്യാസം നല്ല ഗ്രോത്ത് ഉണ്ട്. ഫ്യൂച്ചറുള്ള കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. EV-കളുടെ പെനിട്രേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നില്ല. നല്ല മാറ്റമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് പെട്രോൾ വില മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഇലക്ഷൻ കൂടെ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പം ഏകദേശം വളരെ അടുത്തൊരു വിലക്കയറ്റം പ്രതീക്ഷിക്കുന്നു. 25 രൂപ വരെ പെട്രോളിന് കൂടുമെന്നാണ് ഇപ്പം ഒരു അധികാര സ്ഥാനത്തുള്ള ഒരാൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. 25 രൂപ വരെ മിനിമം അത്രയെങ്കിലും കൂടും അല്ലേ? അപ്പോൾ അത് ചോദിച്ചിട്ട് നല്ല കാല. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏത് ബ്രാൻഡാ EV-കൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ വിറ്റുകൊണ്ട്? നമ്മൾ റൂട്ടിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ടാറ്റയുടെ വണ്ടികൾ തന്നെ. പഞ്ചും ടിയാഗോ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ കൂടുതൽ ലൈഫ് ടൈം വാറണ്ടി ഒക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസമൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പിന്നെ കുറച്ചുകൂടെ ഒരു മാരുതിയുടെ ഒക്കെ ബ്രാൻഡ് ഇനിയും മാരുതിയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. പുതിയ വേരിയന്റ് വരുമ്പോഴത്തേക്കും പോയി അതിലേക്ക് പോയി എന്തായാലും മാറും. EV-ലേക്ക് തന്നെയാണ് ഞാനും നോക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാറും. ഇതിപ്പോ എത്ര ഫോൺസ് എടുത്തിട്ട്? ഞാനിതിപ്പോ നവംബറിൽ എടുത്ത വണ്ടിയാണ്. നവംബറിൽ എടുത്തു. ഒരു ഏകദേശം ഒരു 6 മാസത്തോളം ആയുള്ളൂ. ഒരു 21,000 കിലോമീറ്റർ മൊത്തം 4 മാസം കൊണ്ട്. ശരി, മനസ്സിലാ. അപ്പം അത്ര ഓട്ടോ ഉള്ളതുകൊണ്ടാണോ CNG എടുക്കാൻ? അത്ര ഓട്ടോ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് CNG എടുത്തത്. കാരണം മെയിനായിട്ട് ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ഇതിന്റെ മൈലേജ് ആണ്. ഏകദേശം ഹൈവേ ഒക്കെ ആണെങ്കിൽ നമ്മുടെ NH 544 ഒക്കെ ആണെങ്കിൽ വലിയൊരു 30 കിലോമീറ്റർ മേളിൽ നമുക്ക് മൈലേജ് കിട്ടും. 30 കിലോമീറ്റർ ഒക്കെ എന്തായാലും നമുക്ക് മൈലേജ് കിട്ടും. എത്ര രൂപയാണ് CNG ഒരു കിലോ കണക്കിനാണ് പറയുന്നത്. ഇപ്പം ഇതിന്റെ ഒരു കപ്പാസിറ്റി 10 കിലോയുടെ ടാങ്കാണ് വണ്ടിക്കകത്തുള്ളത്. 1 കിലോയ്ക്ക് പലയിടത്തും പല വിലയാണ്. ഒരു 89 രൂപ മുതൽ 93 രൂപ ഇതിനിടയ്ക്ക് വരും. എൻ്റെ വീട് മൂലമറ്റമാണ്, തൊടുപുഴ. അപ്പോൾ തൊടുപുഴ ഒരു പമ്പുണ്ട്, CNG ഉള്ള ഒരു പമ്പുണ്ട്. അവിടെ 89 രൂപയുള്ളത്. എറണാകുളം സൈഡിലേക്ക് വരുമ്പോൾ 92, 93 അങ്ങനെ ഒരു മാറ്റം വരും. മാക്സിമം 93 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എത്ര രൂപയാകുന്നുണ്ട് ഇപ്പോൾ 1 കിലോമീറ്റർ തോടാൻ? ഒരു 5 രൂപ ഒക്കെ. 5 രൂപ, 4 to 5 ഇൻ ബിറ്റ്വീൻ. ഞാൻ സർവീസും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത പക്ഷെ അത്രയും. പിന്നെ പെട്രോൾ വണ്ടിയാണ് 10 രൂപ കൂടുതൽ വരും. പെട്രോൾ 10 രൂപയ്ക്ക് മുകളിൽ എന്തായാലും നമുക്ക് ചെലവ് വരും. വണ്ടിയുടെ വില നോക്കുമ്പോഴോ ഇതിന്റെ സാധാരണ പെട്രോളിനും CNG ആയിട്ട് എന്ത് ഡിഫറൻസ് വരുന്നുണ്ട് ഏകദേശമൊക്കെ?
വിലയൊക്കെ ഏകദേശം ഒരു 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാറ്റമുണ്ട്. CNG ക്ക് കൂടുതലാണ്, കാരണം CNG മാത്രമല്ലോ ഹൈബ്രിഡ് ആണ്, പെട്രോളും കൂടെ വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പെട്രോൾ ഇട്ട വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതും കൂടെ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് എടുത്തത്. CNG എല്ലായിടത്തും നമുക്ക് കിട്ടത്തില്ല. അപ്പം പല സ്ഥലത്തോട്ട് പോകുമ്പോൾ എറണാകുളം ഏരിയയിൽ നമുക്ക് പലയിടത്തും കിട്ടുമെങ്കിലും നീണ്ട ക്യൂ നമുക്ക് ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം, ആ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ടുണ്ടല്ലേ? സ്ഥിരമായിട്ടുണ്ട്. നമ്മൾ മൂലവട്ടത്തൊന്നും ക്യൂ കാണില്ല. മൂലവട്ടത്തൊന്നും ക്യൂ ഇല്ല. മൂലവട്ടത്ത് പമ്പില്ല, തൊടുപുഴയാണ് പമ്പ്. അവിടെ നിന്ന് 20 കിലോമീറ്റർ പോരണം. എങ്കിലും അങ്ങനത്തെ ഏരിയയിലോട്ടൊന്നും പമ്പ് വളരെ വളരെ കുറവാണ്. നമ്മുടെ ഇങ്ങനത്തെ ഏരിയകളിൽ കുറച്ചുകൂടി ഒരു മെട്രോ ഏരിയകളിലൊക്കെയാണ് പിന്നെ പമ്പുകളുള്ളത്. അവിടെ നീണ്ട ക്യൂ ആണ്, കാരണം ടാക്സിക്കാരൊക്കെ കൂടുതലും CNGയിലാണുള്ളത്. അതെന്താ എനിക്ക് എപ്പോഴും മനസ്സിലായി. ഞാനൊക്കെ പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2005 കാലഘട്ടത്തിലൊക്കെ ഡൽഹി പോകുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ CNG ഇല്ല. ഇപ്പോഴും ആ ക്യൂവിന് മാറ്റില്ല. എന്തുകൊണ്ടാണ് കൂടുതൽ പമ്പുകൾ CNG വരാം? അതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പം ഏകദേശം നമ്മളൊരു 300 കിലോമീറ്റർ ഓടും ഒരു ഫുൾ ടാങ്ക് CNGയിൽ ഏകദേശം. 10 രൂപ പറഞ്ഞു, അതെ, ഏകദേശം ഒരു 300 കിലോമീറ്റർ എടുത്ത് നമുക്ക് സാധാരണ ഓട്ടത്തിനൊക്കെ വരാൻ മതി. എനിക്കും ഡെയിലി ഒരു 150-200 കിലോമീറ്റർ എനിക്ക് ഓട്ടമുണ്ട് ജോലി സംബന്ധമായിട്ട്. പിന്നെ ടൗൺ ഏരിയക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് മാറും. എങ്കിലും എനിക്കൊരു 25 ടൗൺ ഏരിയക്ക് 25 കിലോമീറ്റർ താഴെ എനിക്ക് വന്നിട്ടില്ല. മിനിമം ഒരു 25 കിട്ടും നമുക്ക് മൈലേജ് കിട്ടും. മെയിനായിട്ട് മൈലേജ് ഒക്കെ നോക്കിയിട്ടാണ്. പിന്നെ അത്യാവശ്യം ഇത്രയും ഡെയിലി ഇത്ര യാത്ര കൊണ്ട് വലിയ മടുപ്പില്ലാണ്ട് യാത്രയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് മെയിനായിട്ട് ഫ്രോങ്സിന്റെ CNG വേരിയന്റിലേക്ക് ഞാൻ മെയിനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഫ്രോങ്സിലേക്ക് വരാം. ഫ്രോങ്സ് എന്ന് പറയുന്ന വണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്, കാരണം ധാരാളം വണ്ടികൾ CNG ഉണ്ട്. ഫ്രോങ്സ് ഞാൻ എൻ്റെ ഒരു ശരീരത്തിനൊക്കെ പറ്റുന്ന രീതിയിൽ, കാരണം എനിക്ക് ഇച്ചിരി വണ്ണവും സാധാരണ ഒരു വണ്ണം എങ്കിലും തീരെ സഡാൻ ടൈപ്പിലോട്ട് എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യം ഒരു മടുപ്പൊക്കെ ഉള്ളത്. ഫ്രോങ്സ് ആണ് ആവശ്യത്തിന് ഹൈറ്റ് ഉണ്ട്, എന്നാൽ ഒരുപാട് SUV ടൈപ്പ് വലിയ ഒരു ബൾക്കി മോഡൽ അല്ല. അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, നമുക്ക് ഇതിലെ കൂടെ വേണം കൊണ്ടു നടക്കാം. പിന്നെ അത്യാവശ്യം ഒതുക്കമുണ്ട്. പിന്നെ പെർഫോമൻസ് എൻ്റെ ഫ്രണ്ട് ഫ്രോങ്സ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ആദ്യമേ എൻ്റെ പെട്രോൾ വണ്ടിയൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇങ്ങനെ പല വണ്ടികൾ ഇങ്ങനെ നോക്കി എല്ലാം കാൽക്കുലേറ്റ് നോക്കി, നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പം മാരുതിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് സർവീസ് കോസ്റ്റ് ഭയങ്കര കുറവാണ്. മേച്ചോണ്ട് നടക്കാം നമുക്ക്. ഓൺ റോഡ് ഏകദേശം ഒരു 10.15 അത്രേ ഉള്ളൂ. പിന്നെ ഡെൽറ്റയുടെ തൊട്ട് താഴത്തെ, ഡെൽറ്റ പ്ലസിന് തൊട്ട് താഴത്തെ ഡെൽറ്റ. പിന്നെ ഞാൻ എക്സ്ട്രാ ആക്സസറീസ് കുറച്ച് ആഡ് ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൂട്ടി അതൊരു 10-50,000 രൂപയ്ക്ക് അടുത്ത ആക്സസറീസും എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു 10-80 ആയപ്പോഴത്തേക്ക് ഓൺ റോഡ് നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ ഈ CNG വാഹനങ്ങളെ സംബന്ധിച്ച് എഞ്ചിൻ പവർ ഇത്തിരി കുറവായിരിക്കും എപ്പോഴും അല്ലേ? ആ ഒരു അങ്ങനെ ഒരു ലാഗോ മടുപ്പോ തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും, പക്ഷെ നമ്മുടെ നോർമൽ ഓട്ടത്തിൽ അത്രയും ബാധിക്കാറില്ല. പിന്നെ ഈ ഹിൽ ഏരിയ ഒക്കെ പോകത്തില്ല, മലയോരത്തിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കാണ് ഒരു കുത്തനെ കയറ്റമൊക്കെ പോകുമ്പോഴൊക്കെയാണ് ചെറുതായിട്ടൊരു ഡിപ്പ്. നമ്മളൊന്ന് ഡൗൺ ചെയ്ത് നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അങ്ങനെ കയറ്റത്തിലൊക്കെ ഒരു ചെറിയൊരു തോന്നിട്ട്. അല്ലാണ്ട് എനിക്ക് വേറെ അങ്ങനെ ഒരു പ്രശ്നം, നോർമൽ ഓട്ടത്തിൽ നമുക്കിത് യാതൊരു ഡിഫറൻസും നമുക്ക് അറിയത്തില്ല. ഓടിക്കുന്ന ആൾക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ കയറി ഓടിച്ചിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പൊ CNG വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളോട് വാങ്ങിച്ചോ എന്ന് തന്നെയാണോ പറയാനുള്ളത്? ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയും. പിന്നെ നോക്കണം നമുക്ക് എവിടെയൊക്കെ പമ്പുണ്ട്. ഇപ്പൊ വേറെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നവാഗാദി എന്നുണ്ട്, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ അറിയാം, നമ്മൾ ചാർജിങ് സ്റ്റേഷനെ പോലെ തന്നെ CNG ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇൻഡ്രോയിലിന്റെയും HPയുടെയും ഒക്കെ കാണിക്കും. പക്ഷെ ഇപ്പൊ കുറെ ആയിട്ട് ഇപ്പൊ പലയിടത്തും കിട്ടാനില്ല. CNG സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യം, നമ്മൾ ഈ പാതിരാത്രിക്കൊക്കെ എയർപോർട്ടിൽ വലിയ യാത്ര കഴിഞ്ഞൊന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ടാക്സി പിടിച്ചു വരുമ്പോൾ സാറേ CNG ഫിൽ ഒന്ന് ഇറങ്ങി നിൽക്കാൻ പറയും. നമ്മൾ ഉറക്കം അതൊരു ബുദ്ധിമുട്ടാണ്. ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇറക്കി നിർത്തണം. ഉറക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറക്കിപ്പിച്ച് മാറ്റി ഇറക്കി നിർത്തേണ്ടത് അതൊരു ബുദ്ധിമുട്ടാണ്. വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ അത് സേഫ്റ്റിക്ക് വേണ്ടിയാ, അത് തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നില്ല, പണ്ട് ഓർമ്മയുണ്ടോ നമ്മുടെ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് മൊബൈൽ ഓൺ ചെയ്തത് അത് ഇപ്പൊ നമ്മള് ഗൂഗിൾ പേ സ്കാൻ ചെയ്യാം. അല്ല, എന്നാലും പറയേണ്ട അടുത്ത് നമ്മൾ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കുന്നു ഗൂഗിൾ പേ കഴിയുമ്പോഴത്തേക്കും ഗൂഗിൾ പേ വെച്ച് സ്കാൻ ചെയ്ത് അതൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ്. ഏതായാലും ഫ്രോങ്സിന്റെ കാര്യത്തിൽ ബെലേനോയേക്കാളും ഏറ്റവും മികച്ചൊരു വാഹനം അത്, കാരണം അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഏറ്റവും. പക്ഷെ ബെലേനോയുടെ ആ സ്പേസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും കാണാൻ കുറച്ചുകൂടി സ്പോർട്ടിയോ അല്ലേ? അപ്പൊ ഈ EVയിലേക്ക് പോവുകയാണെങ്കിൽ, ഇതിന് ശേഷം ഇപ്പൊ പറഞ്ഞ പൈസയ്ക്കായി EVയിലേക്ക് പോവുകയാണെങ്കിൽ ഏതായിരിക്കും എടുക്കാൻ സാധ്യത? ആഗ്രഹങ്ങൾ കുറെ ഉണ്ട്. അപ്പൊ അത് നമ്മളെ കൊണ്ട് പറ്റില്ല. എങ്കിലും ഒരു ഇപ്പോഴത്തെ വണ്ടിയിൽ ഒരു കുറച്ച് ബെറ്റർ ആയിട്ടുള്ള വേരിയന്റ് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ബഡ്ജറ്റ് വൈസ് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു EV ഹാരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം പറയാം. പക്ഷെ അത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒരു സാധാരണക്കാരൻ നമ്മുടെ ജോലി ചെയ്യുന്ന 9 to 5 ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്
കുറച്ചുകൂടി നല്ലൊരു വേരിയന്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നേരിട്ട് മാരുതി തന്നെയായിരിക്കും ഞാൻ ആണല്ലേ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. മാരുതിയുടെ ആദ്യം വന്ന EV കണ്ടിരുന്നോ? വിറ്റാര EV ഇല്ലേ? ഇഷ്ടപ്പെട്ടോ? അത്യാവശ്യം കുഴപ്പമില്ല. എങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇനിയും വരും. അതെ, ഞാൻ അതിനെ കാണുന്ന ഒരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ. ഞാനും തന്നെയാണ്. കാരണം മാരുതിയുടെ ഉദ്ദേശം എപ്പോഴും ഒരു മിഡിൽ ക്ലാസ്സുകാരായിരിക്കും മെയിനായിട്ട് അത് യൂസ് ചെയ്യുക. നമ്മളെ ഞെട്ടിച്ചോണ്ട് ഏതെങ്കിലും ഒരു നല്ല ഇടത്തരക്കാരന്റെ EV ഒറ്റ വരെ വരും. അതോടെ മാർക്കറ്റ് മൊത്തത്തിൽ മാറുമെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു വണ്ടിക്ക് വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്തത്. അതുകൊണ്ട് ചാടി പിടിച്ച ഒരു വണ്ടിയിലേക്ക് പോകുന്നില്ല ഞാൻ പോകാത്തത് അതുകൊണ്ട് തന്നെ. ഇപ്പൊ ഇതാണെങ്കിൽ പോലും ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു വണ്ടി എടുക്കണം. ഇപ്പൊ ഏത് വേണം അതിന് ഓഫ് കോഴ്സ് ഈ തന്നെ നോക്കി അത് പിന്നെ ഇങ്ങനെ നമ്മൾ കട്ട് ഓൺ ചെയ്ത് എല്ലാം കട്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ പെട്രോളും ഇങ്ങനെ നോക്കി അവസാനം പെട്രോൾ സീഞ്ചുകൾ കൂടി അതും ഇങ്ങനെ കട്ട് ഓൺ ചെയ്തിട്ടാണ് അവസാനം ഫ്രോങ്സിന്റെ സീഞ്ചിലേക്ക് അവസാനം വന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് പറയാനായിട്ടില്ല, 4 മാസമല്ലേ ഇപ്പം 20,000 10,000 എനിക്ക് 2,000 രൂപ അത്രേ വന്നുള്ളൂ. 20,000 ആയപ്പോഴത്തേക്കും AC ഫിൽറ്റർ കാണുമ്പോൾ മാറിയപ്പോൾ 5,000 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പം വീട്ടിലുള്ളത് ഒരു ഇന്നോവ ഉള്ളത്. ഇന്നോവയുടെ സർവീസ് കോസ്റ്റ് അതിന്റെ നിസ്സാര എമൗണ്ടേ വരുന്നുള്ളൂ. ഏതായാലും 30 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ ശ്രമിക്കും. ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. എന്തായാലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കാം. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി അപകടത്തിലാകാൻ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവർക്കായിട്ട് ഒരു ബാക്കപ്പ് എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ക്രീനിലുള്ള QR കോഡ് ഇപ്പോൾ തന്നെ സ്കാൻ ചെയ്യൂ, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചെറിയ സമയം കൊണ്ട് തന്നെ ഫാമിലിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ കാണാം. ബൈ.